ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ SIR സമയപരിധി വീണ്ടും നീട്ടി. ഈ മാസം 18 വരെ എന്യൂമറേഷൻ ഫോമുകൾ നൽകാം. അച്യുതൻ ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, നേരത്തെ ഡിസംബർ 4 11 നീട്ടിയിരുന്നു, ഇപ്പോൾ ഇത് 18 നീട്ടുന്നു. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, നിലവിൽ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയപരിധി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഈ എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ ഈ വിഷയം സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിയപ്പോൾ സുപ്രീം കോടതി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം നൽകുകയുണ്ടായി. സംസ്ഥാനത്തിന് ഇത്തരത്തിൽ സമയപരിധി നീട്ടി നൽകണം. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിവേദനം നൽകാനും പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സമയം നീട്ടി നൽകണമെന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. 11 നിന്ന് വീണ്ടും 18 മാറ്റിയിരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക 23 പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി 21 എന്നതാണ് നിലവിലെ ഈ പുതിയ തീരുമാനത്തിൽ ഉള്ളത്. നേരത്തെ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള തീയതി ആദ്യം ഡിസംബർ 5 പിന്നെ അത് 11 മാറ്റി. ഇപ്പോൾ ഒടുവിൽ ഈ മാസം 18 വരെ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാനം ഇത്തരത്തിൽ ഈ SIR നടപടികൾ നീട്ടിവെക്കണം എന്നൊരു ആവശ്യവുമായി കോടതിയിലേക്ക് എത്തുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് സംസ്ഥാനത്തിന്റെ ആവശ്യം അത് പരിശോധിച്ച ശേഷം ഒരു ഉചിതമായ നടപടി എടുക്കണം എന്നത് കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം നടന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BLOമാരുടെ സമ്മർദ്ദമടക്കം ചൂണ്ടിക്കാട്ടിയൊക്കെയായിരുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഇതാ ഡിസംബർ 18 വരെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനുള്ള സമയപരിധി നീട്ടിയിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.